മൂന്നാറിലെ വ്യാജ പട്ടയം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ഉത്തരമേഖല ഐ ജി കെ സേതുരാമനാണ് സംഘത്തിന്റെ ചെയർമാൻ. ഇടുക്കി മുൻ കളക്ടർ എച്ച് ദിനേശനും ഇടുക്കി ഡിവൈഎസ്പി പയസ് ജോർജും അംഗങ്ങളാണ്. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? മൂന്നാറിലെ ഈ വ്യാജ പട്ടയവുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലാണ്. ആ കേസിലാണ് നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാർ കോടതി മുമ്പാകെ തങ്ങൾ ഒരു അന്വേഷണ സംഘത്തിന് രൂപം നൽകി എന്ന കാര്യം അറിയിച്ചിട്ടുള്ളത്. ഇതിൽ ഉത്തരമേഖല ഐ ജി സേതുരാമൻ ആണ് ഇതിന്റെ ചെയർമാൻ. കെ സേതുരാമനാണ് ഈ സംഘത്തിന്റെ ചെയർമാനായിട്ടുള്ളത്. ഇടുക്കിയുടെ മുൻ കളക്ടർ കൂടിയായ എച്ച് ദിനേശനും ഇടുക്കി ഡിവൈഎസ്പി പയസ് ജോർജും ഇതിലെ അംഗങ്ങളായി ഉണ്ടാകും. 3 അംഗ സംഘത്തെയാണ് ഈ അന്വേഷണത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. ഒരു പോലീസിന്റെ ഉന്നത തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇതിൽ ചെയർമാനായി വരുന്നു. റവന്യൂ വിഭാഗത്തിൽ നിന്നും മുൻ കളക്ടർ കൂടിയായ എച്ച് ദിനേശനെത്തുന്നു. ഒപ്പം തന്നെ ലോ ആൻഡ് ഓർഡർ, അവിടുത്തെ ലോ ആൻഡ് ഓർഡർ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇടുക്കി ഡിവൈഎസ്പി പയസ് ജോർജും ഈ സംഘത്തിൽ ഉൾപ്പെടുന്നു. നേരത്തെ നമ്മൾ കേട്ടതാണ്, ഈ വ്യാജ പട്ടയവുമായി ബന്ധപ്പെട്ട നിരവധി ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന തരത്തിൽ കോടതി പോലും നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. സർക്കാരിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ അന്വേഷണം ഉണ്ടായില്ലെങ്കിൽ കേസ് CBIക്ക് വിടും എന്ന കോടതി മുന്നറിയിപ്പ് നൽകിയതുമാണ്. പിന്നാലെയാണ് ഐ ജി കെ സേതുരാമന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഉത്തരവിറങ്ങിയത്. ശ്രീകാന്ത് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഉന്നതതല ഉദ്യോഗസ്ഥൻ കെ സേതുരാമൻ അടക്കമുള്ളവരാണ് ഈ സംഘത്തിലുള്ളത്. അദ്ദേഹമാണ് ഇതിന്റെ ചെയർമാൻ എന്നിരിക്കെ ഇനിയുള്ള നടപടിക്രമങ്ങൾ, അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും ഈ സംഘത്തിന്റെ തീരുമാനം അല്ലെങ്കിൽ ശ്രമം? സ്വാഭാവിക നടപടി എന്ന നിലയിൽ ഈ അന്വേഷണ സംഘം മൂന്നാറിലേക്ക് എത്തും, ഇടുക്കിയിലേക്ക് എത്തും. അവിടെ ഈ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ റവന്യൂ വിഭാഗം ശേഖരിച്ചിട്ടുള്ള, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ വിവിധ ഏജൻസികളുടെ കൈകളിലുള്ള, ക്രൈംബ്രാഞ്ച് അടക്കമുള്ളവരുടെ കൈവശം ഇതിന്റെ രേഖകളുണ്ട്. ആ രേഖകൾ ഏറ്റെടുക്കും. അത് വിശദമായി പഠിക്കേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുണ്ട്, ഏതാണ്ട് 41 അധികം കേസുകൾ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് അറിയിച്ചത്, സർക്കാർ കോടതിയിൽ അറിയിച്ചത്. എന്നാൽ ഏകദേശം 500-ലധികം നിയമലംഘനങ്ങൾ ഉണ്ട്, പക്ഷേ കേസെടുത്തിട്ടില്ല എന്ന് കോടതി നിരീക്ഷണം നടത്തിയിരുന്നു. ഈ കാര്യങ്ങളിലടക്കം ഈ അന്വേഷണ സംഘത്തിന്റെ പരിശോധന ഉണ്ടാകും. ഈ രേഖകൾ അവർ പരിശോധിക്കും. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കേണ്ടതുണ്ടെങ്കിൽ കേസെടുക്കും. തുടർ നടപടികൾ ആ രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക. ഇതിൽ നിരവധി ഉദ്യോഗസ്ഥരും ഇതിൽ പ്രതികളാണ് അല്ലെങ്കിൽ പങ്കുണ്ടെന്ന തരത്തിലുള്ള പരാമർശങ്ങളും വിവരങ്ങളൊക്കെ വന്നിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ, ഈ പ്രത്യേക അന്വേഷണ സംഘവുമായി മുന്നോട്ട് പോകുമ്പോൾ അത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരും ഇതിൽ പ്രതിയാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ആളുകളും ഇതിൽ കുടുങ്ങാനുള്ള സാധ്യത നമ്മൾ കാണേണ്ടതില്ലേ ശ്രീകാന്ത്? റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നിലവിലിപ്പോൾ കോടതിയിൽ നിന്നടക്കം നിരീക്ഷണങ്ങൾ വന്നിട്ടുള്ളത്. ഇത് ഏതെങ്കിലും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് ചെയ്യാൻ സാധിക്കില്ല. നേരെ മറിച്ച് ഉന്നതരായ ഉദ്യോഗസ്ഥർക്ക് ഈ വ്യാജ പട്ടയം നൽകിയതിൽ ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവരും പ്രതിപട്ടികയിലേക്ക് എത്താനുള്ള സാധ്യത കാണും. ശരി, മൂന്നാറിലെ വ്യാജ പട്ടയം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. ശ്രീകാന്താണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.